അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ആദ്യം നമ്മൾ ആളുടെ വീട്ടിലാണ് വന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോ കോളിംഗ് ബെൽ അടിക്കും, ആരാണ് ഇറങ്ങി വരുന്നത് അവരോട് ഞാൻ ന്യൂ ഇയർ വിശേഷങ്ങൾ ചോദിക്കും. സോ നിങ്ങളും എന്നോട് വന്നോളൂ. കമോൺ. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് നമ്മുടെ ഭാഗത്ത് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രേറ്റ് അവേ നമുക്ക് ഗിഫ്റ്റ് തരാൻ പറ്റില്ല. നമ്മൾ ചെറിയൊരു റൗണ്ട് ഒരു സെഗ്മെന്റ് വെക്കുന്നുണ്ട്. അതിൽ വിൻ ചെയ്താൽ പിന്നെ നമ്മൾ ഗിഫ്റ്റ് തരും. അപ്പൊ ചേച്ചി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ നായകനായിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കാൻ പറഞ്ഞ ആരെ വിളിക്കും? ബ്ലാക്ക് വാട്ടർ. മലയാളം തന്നെ ആവണമെന്നില്ല. ഞങ്ങൾ സന്തുഷ്ടരാണ്. എക്സാക്ട്ലി, നമ്മൾ സന്തുഷ്ടരാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ഗിഫ്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കാം. നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ വക സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പർ ആണ്, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്രീം. ഓക്കെ, ഇത് ഓണായിട്ട് കിടന്ന ഫുഡ് പ്രോഡക്ട്സിന്റെ 4 മണി പലഹാരങ്ങളാണ്. എന്താ പറയാനുള്ള എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസിന്റെ സപ്പോർട്ടാണ്. മൈൽസ്റ്റോൺ താങ്ക് യു. കാരണം കഴിഞ്ഞ വർഷവും ഈ വർഷവും എന്നെ ഓർത്തതിനും എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതിന് വളരെ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ വർഷം നല്ല അടിപൊളിയാവട്ടെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ആദ്യം നമ്മൾ ആളുടെ വീട്ടിലാണ് വന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോ കോളിംഗ് ബെൽ അടിക്കും, ആരാണ് ഇറങ്ങി വരുന്നത് അവരോട് ഞാൻ ന്യൂ ഇയർ വിശേഷങ്ങൾ ചോദിക്കും. സോ നിങ്ങളും എന്നോട് വന്നോളൂ. കമോൺ. ഹലോ, ഹേയ്, ഹൗ ആർ യു? ഹാപ്പി ന്യൂ ഇയർ. ആക്ച്വലി ടു ബി ഓണസ്റ്റ് എനിക്ക് ഇവിടെ വരുന്നവരെ അറിയില്ല കേട്ടോ ആരാ ഗസ്റ്റ് ആണെന്നുള്ളത്. അത് ഇവരുടെ ഒരു പ്ലാനിംഗ് ആണ്. ആങ്കറിനോടും പറയില്ല ആരാ ഗസ്റ്റ് ആണെന്നുള്ളത്. ഡോൺ നടക്കുന്ന ആരോടോ അപ്പോഴാണ് എനിക്ക് പറയുന്നത് ആരാ ഗസ്റ്റ് ആണെന്നുള്ളത്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു ഗൈസ്. നമുക്ക് കാണുമായിരുന്നു. കമോൺ. ഞാൻ BB കഫേ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ. നിങ്ങളെ ആക്ച്വലി നമുക്ക് മിസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈൽസ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡ്സ് നിങ്ങൾ വരാൻ കഴിഞ്ഞില്ല. എന്തോ ഒരു ചെറിയ അസൗകര്യം കാരണം നിങ്ങൾ വരാൻ കഴിഞ്ഞില്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് 2026 നിങ്ങളുടെ പ്ലാൻസ്? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ തന്നെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. കരിയർ വൈസും എല്ലാം വർക്ക്ഔട്ടും ജിമ്മിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മിസ് ചെയ്തൊരു അവാർഡ് ഉണ്ടല്ലോ, അത് തന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആക്ച്വലി നമ്മൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്തോ ഒരു അസൗകര്യം കാരണം. സോ ഐക്കോണിക് ഡ്യുവോ ഓഫ് ദി ഇയർ അവാർഡ് ആണ് മൈൽസ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡ്സ് നിങ്ങൾക്ക് തരേണ്ടിയിരുന്നത്. സോ ബിലേറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. ഓക്കെ, കേട്ടെടുക്കാം. ഓക്കെ, ഐക്കോണിക് ഡ്യുവോ ഓഫ് ദി ഇയർ അവാർഡ് ഗോസ് ടു ആദില ആൻഡ് നൂറ. അന്ന് ഞങ്ങൾ മിസ്സായ അവാർഡ്. കണ്ടോ, നമ്മൾ മിസ്സായാലും പ്രശ്നമില്ല, നമ്മൾ വീട്ടിൽ കൊണ്ട് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഐക്കോണിക് ഡ്യുവോ ഓഫ് ദി ഇയർ. So what do you want to tell about this? I mean, we feel so happy. അല്ല, ഇത് തന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് തോന്നിയുണ്ടോ നമ്മൾ ഓക്കെ, സീരിയസ്ലി താങ്ക് യു. എന്റെ കൂടെ നിൽക്കുന്നത് ആക്ച്വലി ലൈക്ക് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പലരും പറഞ്ഞൊരു കാര്യമാണ്, ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ്. ഓക്കെ, സന്തോഷല്ലേ? ഓക്കെ, അപ്പോ ന്യൂ ഇയർ ആണ്. 2026 നിങ്ങൾ ഹെൽത്ത് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 25 എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് എടുത്തു പറയാൻ നിങ്ങൾ എന്താ പറയാ? ബിഗ് ബോസ് പോയത് നമുക്ക് 2025 വലിയൊരു ലൈഫില് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു സംഗതിയാണ് ബിഗ് ബോസ് പോയത്. അപ്പൊ അത് ആ ഒരു 3 മാസം തന്നെ ഭയങ്കര ഒരു സംഭവമാണല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പൊ അതാണ് നമുക്ക് 2025 ഒരു ഹൈലൈറ്റ് ഞങ്ങളുടെ ലൈഫില്. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ലൈഫ്? അടിപൊളിയായി പോകുന്നു. ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഡൗൺ ആയിക്കെങ്കിലും നമ്മൾ തന്നെ നമ്മളെ ഫോഴ്സ് ചെയ്യും. പക്ഷെ ആ ഒരു ഹേറ്റഡ് ലവ് ആയിട്ട് ടേൺ ചെയ്ത ആ ഒരു സംഗതി ഭയങ്കര നല്ല രസമുണ്ട്. അടിപൊളിയാണ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ന്യൂ ഇയർ ആണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് നമ്മുടെ ഭാഗത്ത് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്ട്ലി നമ്മള് ഗിഫ്റ്റ്സ് തരുന്നില്ല, പകരം ഒരു ചെറിയ സെഗ്മെന്റ് അതിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും അതിനനുസരിച്ചായിരിക്കും ഞാൻ ഗിഫ്റ്റ് തരാൻ പോവാം. അപ്പൊ റെഡി അല്ലേ? സോ ന്യൂ ഇയർ സ്പെഷ്യൽ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സോ യുവർ ഫസ്റ്റ് റെസൊല്യൂഷൻ ഇൻ 2026. ആദ്യം എടുത്ത റെസൊല്യൂഷൻ എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സീരിയസ്ലി? സൂപ്പർ. എന്താണെന്ന് പറയാനായിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ പറയുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പിന്നെ പുറത്തു വിടാം. ഓക്കെ, ഫോൺ ഡീടോക്സ് ഓർ മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ?
എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതില് മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ വേണം. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾക്ക് നമ്മളിപ്പോ കാണണം. ബിബിന്ന് ഇറങ്ങിയതിൽ കുറെ പേര് നമ്മൾ 24 മണിക്കൂർ മിസ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാക്സിമം ടൈം സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ബിഗ്ഗസ്റ്റ് എക്സ്പെൻസ് ഇൻ 2025 എന്തായിരുന്നു? കാശ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനായിരുന്നു ക്യാഷ് നമ്മൾ അതിനത്രൊന്നും ചെലവാക്കിയില്ല. മേ ബി ഗോൾഡ് ഓർ സംതിങ്. ഗോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാലും ഏറ്റവും സ്പെൻഡ് ചെയ്ത ഗോൾഡ്. ഓക്കെ ഫൈൻ. One habit you are going to start in 2026. 2026 ഹാബിറ്റ് എനിക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അടിപൊളി. അത് പിന്നെ എനിക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ഹെൽത്ത് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യണം. ഹെൽത്ത് വൈസ് നമ്മളിപ്പോ ഭയങ്കര ഒന്നും നോക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് ഫോക്കസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം. നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഹെൽത്തിയും ബ്യൂട്ടിഫുൾ ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ഫൈൻ. അടുത്തത് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഡയറ്റ് ഓർ എക്സ്പ്ലോറിംഗ് ഫുഡ്. ഓൾറെഡി പറഞ്ഞു. എക്സ്പ്ലോറിംഗ് ഫുഡ് മിതമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാലോ. ഓക്കെ, നിങ്ങൾ പൊതുവെ എങ്ങനെ ഡയറ്റ് കോൺഷ്യസ് ആണോ? അല്ല ഡയറ്റ് കോൺഷ്യസ് അല്ല. ഫുഡ് എക്സ്പ്ലോർ കഴിക്കും. അത് പറ്റൂല. ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും ലൈക്ക് സന്തോഷം വരുമ്പോ എനിക്ക് ഇന്ന സാധനം വേണം. ചിലർ പിസ്സ ആയിരിക്കും കഴിക്കുക. അപ്പൊ എന്താ കഴിക്കുക ആ സമയത്ത്? സ്വീറ്റ്സ് ആണ് രണ്ടുപേരും. ചോക്ലേറ്റ്. നിങ്ങൾ ശരിക്കും വെയിറ്റ് ഫോർ ഈച്ച് അതർ തന്നെയാണ്. ഇപ്പോഴാണ് മനസ്സിലായേ. എനിക്ക് എപ്പോഴും മനസ്സിലായി. ഞാൻ ആക്ച്വലി അപ്പുസാൻ ഓർമ്മയോടെ എനിക്കറിയില്ല. എന്റർടൈൻമെന്റ് അവാർഡ്സ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവര് വരുന്നുണ്ടെങ്കിൽ ഈ അവാർഡ് എനിക്ക് തന്നെ പറഞ്ഞാൽ ഞാനിത് ഹോസ്റ്റ് ചെയ്തു. നമ്മൾ മൾട്ടിപ്പിൾ ആങ്കേഴ്സ് ഉണ്ടായിരുന്നില്ല. ഫൈനലി എനിക്ക് തന്നെ കിട്ടി. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് തരാം. ഓക്കെ, സോ ആദ്യം തന്നെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണിത്. ഓക്കെ, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ബൈ ഹാമ്പർ ക്വീൻ. ഓക്കെ, ദെൻ എസ്എസ് LED ലൈറ്റ്സിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. താങ്ക് യു. യെസ്. അപ്പൊ നിങ്ങള് പുതിയ ബിസിനസ് പ്ലാൻ ഒക്കെ പ്ലാൻ ചെയ്യണോ? ഇവിടെയാണോ അതോ പുറത്താണോ? ഇവിടെ തന്നെ. ഇവിടെയാണ്, നമ്മുടെ കേരളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദുബായില് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അറബ് എക്സ്പ്രസ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബിസിനസ് പ്ലാൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ ഫിനാൻസിങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് ദുബായ് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ട്രാവൽ, നിങ്ങളുടെ വിസ അതെല്ലാം അവർ അറേഞ്ച് ചെയ്യും. എക്സ്പെൻസ് അവർ എടുത്തോളും. എക്സ്പെൻസ് നമ്മൾ പക്ഷെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് അറബ് എക്സ്പ്രസ്. സോ അറബ് എക്സ്പ്രസ് തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആൻഡ് ഡയറി. നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത് അതിലല്ലേ? ഓക്കെ, അപ്പൊ വായിക്കുന്നതിന്റെ കൂടെ തന്നെ എഴുതി തുടങ്ങുക. ഓക്കെ, ഇത് ആക്ച്വലി സ്റ്റുഡൻസ് ഇന്ത്യ തരുന്ന ഒരു ഡയറിയാണ്. ഓക്കെ, സ്റ്റുഡൻസ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു എഡ്യൂക്കേഷൻ ഗൈഡ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സ്. അപ്പൊ ഇവരുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ റിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SSLC +2 എക്സാംസിനൊക്കെ നമ്മൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ അവർ തരുന്ന ഒരു ഗിഫ്റ്റ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് എല്ലാവരും ആവശ്യം വരുന്ന സാധനമാണ് പ്യൂരിറ്റിന്റെ എക്സ്ട്രാ സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. ഇത് നിങ്ങൾക്ക് കാറിൽ വെക്കാം, വീട്ടിൽ വെക്കാം, എവിടെ വെക്കാം. ഓക്കെ, ഇനിയിപ്പോ സമ്മർ ഒക്കെ വരുവാണ്. സോ നമുക്ക് എല്ലാവർക്കും ആവശ്യം വരും ഫേസ് ടിഷ്യൂസ് ആണ്. ഓക്കെ, സോ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നേരത്തെ അത് വീട്ടിൽ കൊണ്ടുവന്നുള്ള പരിപാടിയല്ല. ഫുഡിന്റെ കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇനി 4 മണിക്ക് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് സ്നാക്സ്. ഇത് ഓണായിട്ട് കുറെ ഫുഡ് പ്രോഡക്ട്സിന്റെ സ്നാക്സ് ആണ്. ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ആക്ച്വലി നമ്പർ 1 ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഫുഡ്. ഓക്കെ, സോ ഇവരുടെ സ്നാക്സ് ഒത്തിരി വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ഉണ്ട്. സോ അതിൽ 2 സ്നാക്സ്. ഓക്കെ, സോ പരിപാടിക്ക് നമ്മള് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു ഒക്കെ നമ്മളിതുപോലെ പിടിക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഇനി കാണാൻ പറ്റും. സോ 26 എന്താണ് നിങ്ങളുടെ ഫാൻസിനോട് പറയാനുള്ളത് 26 ആയിട്ട്? 26 ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതും ഞങ്ങളെ ഇതുവരെ എത്തിച്ചതും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരാണ്. ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ പറയണമെന്ന് പറഞ്ഞത് ഫ്രം വെരി ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞു. സോ ടേക്ക് സം ടൈം ഫോർ യുവർ സെൽഫ്. നിങ്ങളും സോഷ്യൽ മീഡിയ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം അല്ലാതെ സ്പെൻഡ് ചെയ്യാം. അപ്പൊ 26ഉം അടിപൊളി ആവട്ടെ. 26 മാത്രം ഇനി വരുന്ന ഇയേഴ്സ് എല്ലാം നല്ല അടിപൊളി ആവട്ടെ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പ്ലാൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോട്ടെ. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയാം. സോ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാം അടിപൊളിയാവട്ടെ, കാറാവട്ടെ.
ഇവര് ഇത്ര ഗിഫ്റ്റ് തന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ അല്ലേ? അതുകൊണ്ട് ഇതൊരു തുടക്കമാട്ടെ. അതെ, എല്ലാരും ഇതൊക്കെ ഒന്ന് കണ്ട് പഠിച്ചാൽ നമുക്കും ഇങ്ങനെ വന്ന് തരാനായിട്ട് ഒരു ഊർജ്ജമുണ്ട്. അതെ, അപ്പൊ നമ്മള് 2 കേക്കാണ് ഇത്രയും പേർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഷെയറിംഗ് ഇസ് കെയറിംഗ്. അപ്പൊ നിങ്ങള് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹായ്, അപ്പൊ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ അടുത്ത ഗസ്റ്റിനെ കാണാൻ കോഫി ജംഗ്ഷൻ ബൈ റിനയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോ ആസ് യൂഷ്വൽ ആരാണ് ഗസ്റ്റ് എന്നുള്ളത് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ആരാണ് വരുന്നത് കാണാം. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ആണോ? നല്ലതായിട്ടുണ്ട്. അപ്പൊ ചേട്ടാ 2026 ആയി, ഒരു 1 വീക്കും ആയിട്ടുണ്ട്. സോ ഫാർ 26 എങ്ങനെ പോകുന്നത്? 26 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ന്യൂ ഇയർ എന്ന് പറയുന്ന പ്രതീക്ഷ. അതെ, അപ്പോ എല്ലാവരും നന്നാവണമെന്ന്, നമ്മുടെ ചുറ്റിലുള്ളവരും നന്നാവണമെന്ന്, ചുറ്റിലുള്ളവർ നമ്മൾ നന്നാവണമെന്നും ഒക്കെ ഇങ്ങനെ പ്രതീക്ഷയുടെ പീക്കാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് കാണുന്നവരെല്ലാവരും അവരും ഹൈ എനർജിയിലാണ്. ആ എനർജി കാണുമ്പോൾ നമ്മൾ ഹൈ എനർജിയിലാണ്. അങ്ങനെ പോട്ടെ. അങ്ങനെ പോട്ടെ. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകം റെസൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് പ്ലാൻസ് 26 ഒരുപാട് റെസൊല്യൂഷൻ എടുത്ത് അതൊക്കെ ഒരു തരത്തിലും പാലിക്കപ്പെടാത്ത ചരിത്രം നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പുതിയ ചരിത്രമൊന്നും എടുത്തിട്ടില്ല. പക്ഷെ സന്തോഷമായിട്ട് പോകാൻ പറ്റട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം എടുക്കാം 25 എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് എടുത്ത് പറഞ്ഞാൽ എന്താ പറയാനുള്ളത്? നമുക്ക് എല്ലാ ദിവസവും മൊമെന്റ്സ് ആണ്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് പറയാൻ എനിക്കറിയില്ല. പേഴ്സണൽ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് എന്റെ അസോസിയേഷൻ അമ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒഫീഷ്യലി ഇൻവോൾവ് ചെയ്യുന്നത് കമ്പനിയിലൊക്കെ വരാൻ പറ്റും. അവിടെ കുറെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടാൻ പറ്റുന്നു. അതാണ് എന്റെ ഞാൻ സാധാരണ അല്ലാതെ ചെയ്യുന്ന ഒരു കാര്യം. ഒരുപക്ഷെ പുതിയ ആൾക്കാരും ഒക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അല്ല, അതൊരു സൈഡില്. പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒഫീഷ്യലി ഇങ്ങനെ ഇൻവോൾവ് ചെയ്യും. അപ്പൊ അതെനിക്ക് പുതിയതാണ്. അപ്പൊ ഇത്രയും സന്തോഷകരമായ ഗിഫ്റ്റ് വന്നതിന് വലിയ സന്തോഷമുണ്ട്. അപ്പം മൈൽസ്റ്റോണിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്രിസ്മസിന് നമ്മൾ കണ്ടിരുന്നു. നമുക്കൊരു ചെറിയ സന്തോഷങ്ങൾ തന്നിരുന്നു. തീർച്ചയായിട്ടും അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റട്ടെ ഇനിയും. ഒപ്പം ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമാണ്. ഈ തന്ന എല്ലാ സ്പോൺസേഴ്സിനും ഇതിന്റെ ആൾക്കാർക്കും സന്തോഷം. ഒപ്പം അലനും മൈൽസ്റ്റോൺ 2026 നമുക്ക് വീണ്ടും പല കാര്യങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. അതെ, കാണാൻ കഴിയട്ടെ. ചേട്ടനും ഒരു അടിപൊളി വർഷം തന്നെ അവിടെ 2026. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. എന്താ പറയാ, എല്ലാവിധ ഭാവുകങ്ങളും നേരും. താങ്ക് യു സോ മച്ച്. അപ്പൊ ന്യൂ ഇയർ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അടുത്ത ആളുടെ വീട്ടിലെത്തിയപ്പോ സർപ്രൈസ് ഒക്കെ നൈസ് ആയിട്ടൊന്ന് പാളി. കാരണം നമ്മളിവിടെ എത്തിയപ്പോ തന്നെ ആൾ ഇറങ്ങി വന്നു നമ്മളെ റിസീവ് ചെയ്യാനായിട്ട്. അപ്പൊ ആള് മറ്റാരുമല്ല, നവീൻ. അതെനിക്ക് പഠിക്കാൻ പറ്റില്ല. നവീൻ തന്നെ നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം അല്ലെ? അപ്പൊ നവീൻ, 2025 താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കിടിലം വർഷമായിരുന്നു അല്ലെ? 2024 നമ്മൾ എല്ലാരും നവീനെ കാണുന്നത്, നവീനെ എല്ലാരും അറിയുന്നത്. അപ്പൊ നവീൻ 2025 നമുക്ക് എല്ലാവർക്കും നവീനെ കിട്ടുന്നത്. വണ്ടികൾ നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ ഓവർകം ചെയ്യാം. ഓക്കെ, അപ്പൊ നവീൻ 25 എന്ന് പറയുന്ന വർഷം, 2025 വർഷം നവീന് നല്ല അടിപൊളി കിടിലം വർഷമായിരുന്നു അല്ലെ? അപ്പൊ 25 ബിഗ് ബോസിലാണ് നമ്മളെല്ലാരും നവീനെ അറിയുന്നത്. ബിഗ് ബോസ് മാറ്റി നിർത്തിയാൽ നവീന് ഏറ്റവും മെമ്മറബിൾ ആയിട്ടൊരു മൊമെന്റ് 25 എന്ന് പറയാൻ അത് ഏതായിരിക്കും? ഞാൻ 1-ാം തീയതി ആക്സിഡന്റ് ആയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന ദിവസം. 2025 1-ാം തീയതി വെച്ചാൽ ജാനുവരി? അതെ അതെ അതെ. അതായത് ഞാൻ വ്ളോഗൊക്കെ ചെയ്തോണ്ടാ ആംബുലൻസിൽ പോയത്. ഓ, ആ സമയത്ത് പറ്റില്ലല്ലോ അല്ലേ? ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു സ്റ്റിച്ച്, 2 ഓക്കെ, അത്രേ ഉള്ളു. അതാണ് മെമ്മറബിൾ. സന്തോഷമുള്ള പരിപാടി ഒന്നും ഓർമ്മയില്ലേ? സന്തോഷമുള്ള പരിപാടി 2025 എന്റെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്ന സെലക്ഷൻ കോള് വരുന്നത്. അത് ഞാൻ ഇടക്കിടക്ക് പ്രതീക്ഷിച്ചിരുന്നു ആക്ച്വലി നവീൻ. അതായത് ബിഗ് ബോസിൽ വരും, അത് നവീൻ ഓൾറെഡി കരുതി കൂട്ടി തന്നെയാണ് പോയതല്ലേ ബിഗ് ബോസിൽ കയറണം എന്നുള്ള പ്ലാനോട് കൂടി. പക്ഷെ ഇത്രയും അധികം ഒരു അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് നവീന് തോന്നിയിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഈ കാര്യം. പക്ഷെ അത് ബോണസ് തന്നെയാണ്. അപ്പം ഓക്കെ, അപ്പൊ 26 പ്ലാൻ എന്താ നമ്മുടെ? 26 അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വല്ലതുണ്ടോ റെസൊല്യൂഷൻ? എന്താ, ജിമ്മിൽ പോവാണ്ടിരിക്കുക, നന്നായിട്ട് കഴിക്കാടായിട്ട്. പിന്നെ എന്റെ യൂട്യൂബ് ചാനലിലെ മാക്സിമം 1 മില്യൺ അടുപ്പിക്കാനായിട്ട് ഇതേപോലെയൊക്കെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 26 പരിപാടി. അപ്പൊ നവീൻ
ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നെവിനെ തരാൻ വേണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രേറ്റ് അവേ നമുക്ക് ഗിഫ്റ്റ് തരാൻ പറ്റില്ല. നമ്മൾ ചെറിയൊരു റൗണ്ട്, ഒരു സെഗ്മെന്റ് വെക്കുന്നുണ്ട്. അതിൽ വിൻ ചെയ്താൽ നെവിന് നമ്മൾ ഗിഫ്റ്റ് തരും. ഓക്കെ, വിൻ ചെയ്യും, എളുപ്പമാണ്. നെവിന് ഭയങ്കര ബുദ്ധിയല്ലേ? ഓക്കെ. അപ്പോ ഒരു സാധനം ആണ് ഇതിന്റെ പിന്നിൽ, ഈ ചോദ്യങ്ങളുടെ പിന്നിലുള്ളത്. ഞാൻ കുറച്ച് ക്ലൂസ് തരും, അത് എന്താണ് സാധനം എന്നുള്ളത് നെവിൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് എനിക്കൊന്ന് 1 2 3 4 5 6 ഒരു 8 ക്ലൂസോളം ഉണ്ട്, അല്ല 7 ക്ലൂസ് ഉണ്ട്. ആദ്യത്തെ ക്ലൂ തന്നെ സാധനം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തരും. നിങ്ങൾ ചോദിക്കുക അങ്ങോട്ടേക്ക്. ഓക്കെ, അല്ല ഓരോ ക്ലൂസ് കഴിയുമ്പോൾ നമ്മൾ ഓരോ ഗിഫ്റ്റ് കുറയ്ക്കും, അതാണ്. ഓക്കെ, നമ്മൾ തുടങ്ങട്ടെ. ശരി. ഓക്കെ, ഫസ്റ്റ് ക്ലൂ. ഓക്കെ, ഞാൻ പലയിടത്തും നിറം മാറുന്നുണ്ട്, എന്നാൽ എന്നെ കൂടുതലും 3 നിറത്തിലാണ് നിങ്ങൾ കാണാറുള്ളത്. മെയിൻ ആയിട്ട് സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ അല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ലോകത്ത് എവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ്. പേര് അല്ല, അപ്പൊ നിറമായിട്ട് എന്താ ബന്ധമാണ്? അല്ല, ക്ലൂ ആണ് തന്നത്. ആ സെയിം സാധനത്തിന്റെ പേര് തന്നെ ഞാൻ പറയും. ഐ മീൻ ഒരൊറ്റ സാധനമാണ്. ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ക്ലൂസ് ഇങ്ങനെ ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. 3 കളറായിട്ടാണ് കാണുന്നത്. അതെ, 3 കളറാണ് മെയിൻ ആയിട്ട് എന്നെ കാണുന്നത്. ആൻഡ് എല്ലായിടത്തും ലോകത്തെമ്പാടും എന്റെ പേര് സെയിം തന്നെയാണ്. തിന്നുന്ന സാധനമാണോ? ഒന്നും പറയാൻ പറ്റില്ല. അല്ല, സിന്നസനല്ല. എന്തെങ്കിലും വേറൊരു ക്ലൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുവാദം കിട്ടില്ല. എന്തൊരു വൃത്തിയുടെ ചോദ്യം. അടുത്ത ചോദ്യം, അല്ല അടുത്ത ക്ലൂലോട്ട് പോവാം. ഓക്കെ, എന്റെ ആകാരം ചതുരാകൃതിയിലുള്ളതാണ്. ആകാരം മീൻസ് ഷേപ്പ്. 3 നിറം, ചതുരം, സഞ്ചരിക്കാൻ പറ്റില്ല. അതില്ലെങ്കിൽ സഞ്ചരിക്കാൻ അനുവാദം കിട്ടില്ല. ലൈസൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ. എന്താ? ഞാൻ നിങ്ങളുടേതാണ്, പക്ഷേ എന്റെ ഔദ്യോഗിക ഉടമസ്ഥാവകാശം മറ്റൊരു അതോറിറ്റിക്കാണ്. റേഷൻ കാർഡ്. അടുത്ത ക്ലൂ. ഓക്കെ, ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിലും പിന്നിലുമായിരിക്കും. മുന്നിലും പിന്നിലുള്ള സാധനം എന്താ? ഇപ്പോ ഇതിനെക്കാട്ടിയും വേദന എനിക്ക് ഗിഫ്റ്റ് തരാണ് നിങ്ങളെ മുട്ടിക്ക് പോകുന്നത്. ഇല്ല നെവിൻ, പറ്റും, കുഴപ്പമില്ല. നെവിൻ അവസാനത്തെ ക്ലൂവിന് മുന്നേ പറഞ്ഞാൽ മതി. ഇനി ഒരു ക്ലൂ കൂടെ കിട്ടിയില്ല. ഓക്കെ, ലാസ്റ്റ് ക്ലൂ. ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, എന്നാൽ കാലുകളും ഇല്ല. ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട്, പക്ഷെ നടക്കാറില്ല, എനിക്ക് കാലുകളും ഇല്ല. ചെരുപ്പ്. അല്ല, ഇങ്ങോട്ടൊക്കെ നോക്കൂ നെവിൻ നോക്കൂ. എന്ത് സാധനം? നമ്പർ പ്ലേറ്റാ? അതാണ് 3 കളറിലുള്ളത്. ഏതൊക്കെ കളർ? നമ്മള് വൈറ്റിലുണ്ട്, മറ്റേ യെല്ലോയിലുണ്ട്, പിന്നെ ഗ്രീനിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആരുണ്ടാക്കിയത്? അത് നമ്മുടെ അതോറിറ്റിയാണ് ഉണ്ടാക്കിയത്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കൊള്ളാം. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഗിഫ്റ്റ് തരാൻ വന്ന നമ്മൾ ഗിഫ്റ്റ് തരാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് വിടാം. ഓക്കെ, അപ്പോ ആദ്യത്തെ ഗിഫ്റ്റ് നെവിൻ ലവ് ഗിഫ്റ്റ്. ഓക്കെ, ഇത് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഹാമ്പർ ആണ്. ഓക്കെ, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്വീൻ. താങ്ക് യു. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് അറബ് എക്സ്പ്രസ് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അവിടെ വെച്ചോളൂ. നമുക്ക് കയ്യിൽ ഒതുങ്ങാത്തത്രയും ഗിഫ്റ്റ്സ് ഉണ്ട്, ഇനിയും വരുന്നുണ്ട്. ഓക്കെ, ഇത് അറബ് എക്സ്പ്രസ് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഇനി അറബ് എക്സ്പ്രസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ നെവിന് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നെവിന്റെ ഫാഷൻ റിലേറ്റഡോ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരും. ഇനി നെവിന് ചുമ്മാ അവിടെ വരുന്ന ട്രാവൽ ചെയ്യണമെന്ന് വെച്ചോ, അതിനും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ആഴ്ച തന്നെ വിളിച്ചേക്കാം. ഓക്കെ, താങ്ക് യു അറബ് എക്സ്പ്രസ് ബിസിനസ് സെന്റർ. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് അസാസ് LED ലൈറ്റ്സ് തരുന്ന ഒരു LED ലൈറ്റ് ആണ്. അസാസ് LED ലൈറ്റ്സ് നെവിന് അറിയാം ഓൾറെഡി. പൊട്ടിക്കും ഞാൻ. ഓക്കെ, ഓക്കെ, കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ഗിഫ്റ്റ്. ഓക്കെ, ഇത് ഹന്ന സ്റ്റുഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഗൈഡ് ആണ്. ഓക്കെ, അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഇയർ ഡയറി ആണ്. നെവിൻ ഡയറി ഒക്കെ എഴുതാറുണ്ടോ? ഇല്ല. എഴുതിക്കൂടെ? എന്തെങ്കിലും എഴുതിക്കൂടെ? എന്തിനാ എന്റെ ആവശ്യം? അങ്ങനെയൊന്നും എഴുതാറില്ല. സ്മാർട്ട് ഫോൺ. ഓക്കെ, പക്ഷെ എന്തെങ്കിലും കുത്തി വരയ്ക്കാനും എഴുതാനും ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് അതായത് ഹന്നാസ് എഡ്യൂക്കേഷൻ, അതായത് ഇവരുടെ കണക്ക് കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഡയറി എഴുതില്ല, പക്ഷെ കണക്ക് ഞാൻ എഴുതി വെക്കും. തരാനുള്ള പൈസ, അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ എഴുതില്ല. ഓക്കെ, അപ്പൊ കേരളത്തിൽ ആക്ച്വലി ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഗൈഡ് ആണ്. ഓക്കെ, അവർ സ്പോൺസർ ചെയ്യുന്ന ഡയറി. ആൻഡ് ഇത് നെവിൻ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. ഓണാട്ടുകര ഫുഡ് പ്രോഡക്ട്സിന്റെ സ്നാക്സ് ആണ്. ഓൾറെഡി നെവിൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇല്ല. അപ്പൊ 4 മണിക്ക്
ചായയുടെ കൂടെ കുറിക്കാനായിട്ട് ഓക്കെ. ഇനി ഫൈനലി യെസ്, നവീന് പ്യൂറിറ്റിന്റെ ടിഷ്യൂസ് ആണ്, ഫേസ് ടിഷ്യൂസ് ആണ്. ഇത് അൾട്രാസോഫ്റ്റ് ടിഷ്യൂസ് ആണ്. നവീന് കാറിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം, എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി യൂസ് വരും. ശരി, ഓക്കെ. ഇത്രയും ഗിഫ്റ്റ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ 2026 എന്താണ് പറയാനുള്ളത്? നമ്മുടെ നെവിന്റെ ഫാൻസിനോട് എന്താ പറയാനുള്ളത്? എന്റെ ഫാൻസിനോട് പറയാനായിട്ടുള്ളത് സ്നേഹം മാത്രം. അപ്പൊ നെവിൻ പ്രത്യേകിച്ച് എന്ത് പറയാനായിട്ടാണ് 2026 കാരണം കഴിഞ്ഞ വർഷം ജീവിച്ചതുപോലെ തന്നെ ഈ പ്രാവശ്യം ജീവിച്ചു നോക്കുക. നമ്മളുടെ ലൈഫ് മെച്ചപ്പെട്ടില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പൊട്ടക്കേണത്തിലെ തവളനെ പോലെ ആ സെയിം ലൈഫിൽ ജീവിച്ചു തീർക്കാം. ലൈഫ് ഈസ് യുവേഴ്സ്. അപ്പൊ ആർക്കും അങ്ങോട്ടേക്ക് ഉപദേശം കൊടുക്കാനായിട്ട് ഞാൻ ആളൊന്നുമല്ല. ഓക്കെ, സ്വന്തം ആയിട്ട് വഴി തെരഞ്ഞു പിടിച്ച് സക്സസ് ആകും. യെസ്. അപ്പൊ നെവിനും എല്ലാവിധ വിശ്വസും പറയാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിനെയും നെവിന്റെ എല്ലാന്റെ ഫാൻസിന്റെ ബിഹാഫില്. ഓക്കെ, 2026 2025 നല്ല അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, നമുക്കിനി വീണ്ടും ഇതുപോലെ പലയിടത്തും വെച്ച് കാണാൻ കാണണം. യെസ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നെവിൻ ഒരു അൾട്ടിമേറ്റ്ലി ഒരു അടിപൊളി എന്റർടൈനർ ആണ്. ഓക്കെ, കീപ് എന്റർടൈനിങ് us. ഓക്കെ, താങ്ക് യു സോ മച്ച്. കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, കൂടെ എന്റെ ചാനലിൽ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തിയേക്കാം. ഹായ്, അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ആരാന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത് വരും. ഹായ് ചേച്ചി, നമസ്കാരം. സുഖല്ലേ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. മാത്രം വന്നോട്ടെ. അപ്പൊ ചേച്ചി, നമ്മുടെ മൈൽസ്റ്റോൺ ഫാമിലി ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഓക്കെ, ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ മൈൽസ്റ്റോൺ ഫാമിലിയുടെ ഒരു മെമ്പർ പോലെ തന്നെയാണ്. അതെ, ന്യൂ ഇയർ തന്നെ എനിക്കൊന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമോ മൂന്നാമോ എനിക്ക് സംശയമുണ്ട്. വളരെ സ്നേഹത്തോടെ നമ്മൾ ഗിഫ്റ്റ് തരികയാണ്. എഴുന്നേറ്റ് നിൽക്കാനല്ലേ? ഓക്കെ ചേച്ചി, ഇത് SAS LED ലൈറ്റ്സിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ന്യൂ ഇയർ ആയിട്ട്. അടുത്തതായിട്ട് അറബ് എക്സ്പ്രസിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഈ അറബ് എക്സ്പ്രസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ചേച്ചി. ഇപ്പൊ ചേച്ചിക്കോ ചേച്ചിയുടെ മക്കൾക്കോ എപ്പോഴെങ്കിലും ഒക്കെ ദുബായിൽ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ഇവര് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവര് ബിസിനസ് കൺസൾട്ടൻസി ആണ്. മാത്രമല്ല നമുക്ക് വെറുതെ ഒന്ന് ദുബായ് വിസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വിസ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് അറബ് എക്സ്പ്രസ്. അപ്പൊ അവർ തരുന്നൊരു ഗിഫ്റ്റ്. ദെൻ ചേച്ചിക്ക് വൈകുന്നേരം പലഹാരങ്ങൾ ചായയോടെ കഴിക്കാൻ ഇഷ്ടമല്ലേ? ഇത് ഓൾറെഡി നമ്മൾ ചേച്ചിക്ക് തന്നിട്ടുണ്ട് ഓണാട്ടുകാരുടെ ഫുഡ്. അപ്പൊ അവരുടെ വീണ്ടും ചേച്ചിക്ക് കുറച്ച് സ്നാക്സ് ആണ് ഓണാട്ടുകാരുടെ. ന്യൂ ഇയർ ഇതുവരെയും ഓക്കെ അല്ലേ ചേച്ചി? ഒരാഴ്ചയായി. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോഴും നല്ല അടിപൊളി തന്നെ ആവട്ടെ ന്യൂ ഇയർ. ഐ മീൻ 2026 നല്ല അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാ പുതുവത്സര ആശംസകള്. നമുക്ക് ഈ വർഷം മുഴുവൻ പുതുവത്സര ആശംസകളുണ്ട്. അപ്പൊ 1-ാം തീയതി കഴിഞ്ഞല്ലോ എന്ത് പുതുവത്സര ആശംസകൾ എന്നുള്ളതല്ല, നമുക്ക് ഈ മാസം മുഴുവൻ പുതുവത്സര ആശംസകളാണ്. അപ്പൊ അതുകൊണ്ട് മൈൽസ്റ്റോണിന്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാം നല്ലതായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ന്യൂ ഇയർ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മൾ അടുത്ത വീട്ടോട് വന്നിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഈ വീട്ടിൽ ആരാണെന്നോ ഇത് ആരുടെ വീടാണെന്നോ ഞാൻ ആരെയാണ് കാണാൻ പോകുന്നോ ഈ ടീം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് തന്നെ പോയി നോക്കാം ആരാണെന്നുള്ളത്. ഹായ് ചേച്ചി, ഹാപ്പി ന്യൂ ഇയർ. ആക്ച്വലി ഇവിടെ ചേച്ചിയെ കാണുമ്പോഴാണ് ഞാൻ ഇരുന്നത് ചേച്ചിയുടെ വീടാണെന്ന്. അപ്പൊ ഈ പരിപാടി എങ്ങനെയാന്ന് പറഞ്ഞാൽ എന്നോടും പറയില്ല. അപ്പൊ ചേച്ചി എനിക്കും ആക്ച്വലി സസ്പെൻസ് ആണ് ചേച്ചിയെ കണ്ടപ്പോ. അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം കണ്ടതിൽ. അപ്പൊ അതെ, അപ്പൊ ന്യൂ ഇയർ ആയി, അതായത് 2026 ആയിട്ട് ഏകദേശം 5-6 ദിവസം കഴിഞ്ഞു, ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞു. എങ്ങനെയുണ്ട് 26 ഇതുവരെയും 26 എനിക്ക് ഹാപ്പിയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാപ്പിയാണ്. 25 ക്രിസ്മസോടും ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ക്രിസ്മസിന് അന്ന് ഞാൻ പുതിയ കാർ എടുത്തു. അതുകൊണ്ട് ഐ ആം സോ ഹാപ്പി. ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ലക്കി ബേബി, ലക്കി ഓടിപ്പോയി. ലക്കി ചേച്ചി പെറ്റ് ലവർ അപ്പൊ ശരിക്കും ഡോഗ്സ് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടോ? ഇല്ല, ഡോഗ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ ചേച്ചി, 2025 ഏറ്റവും മെമ്മറബിൾ ആയിട്ടൊരു മൊമെന്റ് പറയാൻ പറഞ്ഞ ചേച്ചി എന്താ പറയാ? ലക്കി ചോദിച്ചപ്പോ യെസ്, ലക്കി വന്നത് ഒരു സന്തോഷമാണ്. ലക്കി 2025 സ്റ്റാർട്ടിങ് ഓർമ്മിപ്പിച്ച അവിടെ എന്റെ പേര് പറയുന്നത്. അതെ അതെ, ലക്കി വന്നു 2020
5 എന്റെ ആയപ്പോഴത്തേക്കും വണ്ടി വാങ്ങിച്ചു. അപ്പൊ അതൊരു ലക്കാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് റിമെമ്പർ 26 റെസൊല്യൂഷൻ എന്താ നമ്മുടെ, എന്തൊക്കെയാ നമ്മുടെ പ്ലാൻ? റെസൊല്യൂഷൻ ഞാൻ അങ്ങനെ എല്ലാ വർഷവും റെസൊല്യൂഷൻ ആയിട്ട് എടുക്കാറില്ല. പക്ഷെ മനസ്സിൽ ചിന്തിച്ചേക്കുന്ന കാര്യങ്ങൾ എന്റെ ആവുമ്പോഴത്തേക്ക് ഞാൻ തീർത്തെടുക്കും. എന്റെ പച്ചാസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ 2 കുട്ടികൾ അവിടെ സ്വിമ്മിംഗ് പൂൾ എല്ലാവരും ഭയങ്കര പേടിയാ. ഇതാണ് നമ്മുടെ ആന്റണി ആൻഡ് ജോർജ് അല്ലേ? ഇത് ആന്റണി, അത് ജോർജ്. ഇത് ആന്റണി, ഇത് ജോർജ്. ഇത് ലക്കി. ഇത് ലക്കി. ഓക്കെ, ഇപ്പൊ ലക്കി വന്നത് 2025 ഹായ്. ഓക്കെ, ആള് പാവാണല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എങ്ങനെ ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന മൊത്തത്തില്? ഇനി 2 കൂടെ ഉണ്ട് കൂട്ടില്. ഓക്കെ, അത് വന്ന് അത് കുക്കിയും മാംഗോയാണ്. അവർ അമ്മയും മകളാണ്. ഇവള് സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ എല്ലാരും മാനേജ് ചെയ്യാനായിട്ട് അതൊരു ടാസ്ക് തന്നെയാണ്. സാറ്റർഡേ സൺഡേ ചിന്തിക്കാൻ പറ്റില്ല, അല്ലാത്ത ദിവസം കുഴപ്പമില്ല. ഇത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ചേച്ചിക്ക് തരുന്ന ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് ഹാംബർഗ് വേണ്ടിയാണ് ഗിഫ്റ്റ് ചേച്ചിക്ക് തരുന്നത്. ഓക്കെ, അതൊരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. ഓക്കെ, തീർന്നിട്ടില്ല. രണ്ടാമത്തെ ഗിഫ്റ്റ് ഓണാട്ടുകര ഫുഡ്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അത് 4 മണി പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല അല്ലെ? അപ്പൊ ഇപ്പൊ ആക്ച്വലി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇതിന്റെ. ഓക്കെ, അതെ, ചിപ്സ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്നാക്സ് കൊടുക്കുന്നത്. അപ്പൊ ലക്കിയുടെ കൂടെ നിന്നിട്ട് നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ ചേച്ചി. അപ്പൊ വളരെ 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 സന്തോഷം. ഇങ്ങനെ പറയാ, സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ജാൻ ഫസ്റ്റ് തന്നെ വന്ന്, അല്ലെ ജാനിൽ തന്നെ വന്ന് എനിക്ക് ഇത്രയും ഗിഫ്റ്റ്സും തന്ന്. അപ്പോ താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ. പിന്നെ ഇറക്കി ഇതുപോലെ നല്ല നല്ല ഗിഫ്റ്റ്സ് ആയിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോ ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും നേരത്തെ പറഞ്ഞ പ്ലാൻ ഒക്കെ നടക്കട്ടെ. ലക്കി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അടുത്തതായിട്ട് നമ്മളോട് ന്യൂ ഇയർ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആരാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കമോൺ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാർപ്പിടം. ഓക്കെ, അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ? ഞാൻ സൂപ്പർ അടിച്ചു പൊളിച്ചു. അവിടെ ഒരു ക്ലബിൽ പോയി പാർട്ടിയൊക്കെ അടിച്ച് ഇവിടെ ആയിരുന്നു, കൊച്ചി തന്നെ ആയിരുന്നു. ഫ്രണ്ട്സൊക്കെ കൊച്ചി തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ഗിഫ്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് ആക്ച്വലി അറബ് എക്സ്പ്രസ് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് അതിന് മുന്നേ ഞാൻ അറബ് എക്സ്പ്രസ് എന്താന്ന് പറഞ്ഞുതരാം. അറബ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ബിസിനസ് കൺസൾട്ടൻസി പോലെയാണ്. ഓക്കെ, ബിസിനസിന്റെ ആവശ്യത്തിന് മാത്രമല്ല, ഇപ്പൊ ദുബായിൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ ഇവർ അതിന്റെ കൺസൾട്ടൻസി, അതിന്റെ ബാക്കി കാര്യങ്ങൾ എല്ലാം ചെയ്തു തരും. ഇനി ബിസിനസ് ഒന്നുമല്ല, ചുമ്മാ ഒന്ന് ദുബായ് വരെ പോകണം, അപ്പൊ അതിന്റെ വിസ ബാക്കി കാര്യങ്ങൾ എന്താണെങ്കിലും ഇവരെ അപ്രോച്ച് ചെയ്യാം, ഇവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത ഗിഫ്റ്റ് ആക്ച്വലി അസ്രാസ് LED ലൈറ്റ്സിന്റെ ഒരു ചെറിയ LED ലൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. ഓക്കെ, ക്രാഫ്റ്റഡ് ബൈ ഹാംബർഗ് ക്വീൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ ചേട്ടാ, എനിക്കറിയാം നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഫിറ്റ്നസ് ഒക്കെ പിടിക്കുകയാണ്, പക്ഷെ ഇത് കുഴപ്പമില്ല. വല്ലപ്പോഴും ഒക്കെ 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഇത് ആക്ച്വലി യെസ് ഓണാട്ടുകര ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആക്ച്വലി കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആണ്. ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ പാക്കിംഗ് കൂടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പൊ ഇടയ്ക്ക് നമുക്ക് 4 മണി പലഹാരം കഴിക്കാം. യെസ്, അവിടെ വെക്കാൻ കേട്ടോ ചേട്ടാ. ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടോ? കുറവാണ്, എഴുതി തുടങ്ങാം. ഓക്കെ, എഴുതി തുടങ്ങാം നമുക്ക് പുതിയ കാര്യങ്ങൾ. ഇത് ആക്ച്വലി സ്റ്റുഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ അവരുടെ ഒക്കെ അവരെ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഗൈഡ് ആണ് ആക്ച്വലി. അവരാണ് ഈ ഡയറി സ്പോൺസർ ചെയ്യുന്നത്. യെസ്, ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന സാധനമാണ് പ്യൂരിറ്റിന്റെ ഒരു ടിഷ്യൂ ആണ്. ഇത് ആക്ച്വലി ഫേസ് ടിഷ്യൂ ആണ്. നമുക്ക് ഇനി സമ്മർ ഒക്കെ വരാൻ പോവാണ്. ഓക്കെ, നമുക്ക് ആവശ്യം വരും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സേഫ് ടിഷ്യൂസ് ആണ്. ഹലോ, അങ്ങനെ നമ്മൾ അടുത്ത സെലിബ്രിറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഇവിടെ ആരാണുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. കോളിംഗ് ബെൽ അടിക്കാം. ആരാണ് വന്ന് തുറക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ വരുന്നത് വരെ ആക്ച്വലി എനിക്കും അറിയില്ലായിരുന്നു ഇവിടെ ആരാ വന്ന് തുറക്കാൻ പോകുന്നത്. ന്യൂ ഇയർ ആയിട്ട് എല്ലാരും ഭയങ്കര വർക്കിലാണെന്ന് തോന്നുന്നു. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. വീർ, എന്താ ചെയ്യണേ? പഠിച്ചല്ലേ പറ്റൂ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പോവാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ഗിഫ്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കാം. ഓക്കെ, ഇത് അറബ് എക്സ്പ്രസ് തരുന്ന ചെറിയൊരു ഗിഫ്റ്റ് ആണ്. അതിന് മുന്നേ ഞാൻ അറബ് എക്സ്പ്രസ് എന്താന്ന് പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് അപ്പ് ഒരു പുതിയ ബിസിനസ് എങ്ങാനും ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഈ ബിസിനസിന് മാത്രമല്ല കേട്ടോ, ചുമ്മാ ഒന്ന് ട്രാവൽ ചെയ്യാനോ ഫ്രം വിസ, ഇപ്പൊ ഇഫ് എന്തെങ്കിലും റിലേറ്റഡ് ടു റിയൽ എസ്റ്റേറ്റ്, ചുമ്മാ നിങ്ങൾക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ എന്ത് ആവശ്യം വന്നാലും ഇവരെ കോൺടാക്ട് ചെയ്യുക. ദേ വിൽ ഹെൽപ്പ് യു. ഓക്കെ, ദെൻ
അടുത്തത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വക ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പർ ആണ് ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്വീൻ. ഓക്കെ ഹായ്. അപ്പൊ നമ്മൾ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം ഇങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആയതുകൊണ്ട് സെലിബ്രിറ്റീസ് എല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആരാണെന്ന് നോക്കാം. കോളിംഗ് ബെൽ അടിക്കാം. ഹലോ, ഹേയ്, ഇതൊക്കെയാ വിശേഷം? സുഖം, നല്ല വിശേഷം. അങ്ങോട്ടല്ലേ ഞാൻ ചോദിക്കണേ? ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ പോയി? ഇവരൊക്കെ അടിപൊളിയായിരുന്നു. വീട് സ്വദേശം കണ്ണൂരാണ്. ന്യൂ ഇയറും പീരീഡ് കണ്ണൂരായിരുന്നു. ചെറിയൊരു കഴുത്തിന് ചെറിയ പണിയിട്ട് കിട്ടുകയാണ്. ഉളുക്കിയോ? ഉളുക്കിയിരിക്കുകയാണ്. ഡാൻസ് ചെയ്തോ? എന്താന്ന് അറിയില്ല, 2 ദിവസമായിട്ട് ചെറിയൊരു പണിയിട്ട് ഇരിക്കുകയാണ്. കഴുത്ത് ഇങ്ങനെ അനക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഹാമ്പർ ആണ് ബൈ ഹാമ്പർ ക്വീൻ. താങ്ക് യു. ഓക്കെ, മൂന്ന് ഞാൻ തരാം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മുടെ ഓണാട്ടുകര ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അവരുടെ 4 മണി പലഹാരങ്ങളാണ് സ്നാക്സ് കഴിച്ചോട്ടോ. അടിപൊളി കേട്ടോ. ഇവരുടെ ഫുഡ് ഐറ്റംസ് ആക്ച്വലി നല്ല. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ബിസിനസ് പ്ലാൻ ഉണ്ടോ ഭാവിയിൽ? ചെറിയ പ്ലാൻ ഓക്കെ, അപ്പോ ഇത് അറബ് എക്സ്പ്രസ് നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. അറബ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇപ്പോ ദുബായിലൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ അതിന്റെ എല്ലാ സഹായവും ഇവരൊരു ആക്ച്വലി ഒരു കൺസൾട്ടൻസി പോലെയാണ്. ആൻഡ് ഇനിയിപ്പോ ചുമ്മാ ഒന്ന് ദുബായ് വിസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും തങ്ങളുടെ വിസ മുതൽ ട്രാവലിംഗ് എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് അറബ് എക്സ്പ്രസ്. ഇനി ഇവിടെ സ്റ്റുഡൻസ് കുറച്ചുകൂടെ വലിയ പിള്ളേരൊന്നും ഇല്ല. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഡയറിയാണ്. ഇത് തരുന്നത് സ്റ്റുഡൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇവർ ആക്ച്വലി എന്താ പറയാ, നമ്മുടെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ പണ്ടത്തെ ഗൈഡ് ഒക്കെ പോലത്തെ ഓക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് SSLC +2 പോലുള്ള എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അസാസ് LED ലൈറ്റ്സ് പ്രസന്റ് ചെയ്യുന്ന ഒരു LED ലൈറ്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യം വരും. ഈ സിമ്പിൾ സാധനമാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, പ്യോറിറ്റിന്റെ സോഫ്റ്റ് ഫേസ് ടിഷ്യൂസ് ആണ്. നമുക്ക് കാറിൽ വെക്കാം, റൂമിൽ വെക്കാം, എല്ലായിടത്തും വെക്കാം. സമ്മർ ഒക്കെ വരുവാണ്, നമുക്ക് യൂസ് ആവും. ഓക്കെ, അപ്പൊ ഇത്രയും ഗിഫ്റ്റ്സ് ആണുള്ളത്. താങ്ക് യു. ഓക്കെ, ഹലോ 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 ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയാണ് വിശേഷം? 2026 ഇതുവരെ എങ്ങനെ പോകുന്നു? ഒരാഴ്ചയായിട്ട് പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നന്നായിരിക്കും. ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. ഒരു 1.5 മാസത്തെ ഷൂട്ടായിരുന്നു തലശ്ശേരിയില്. അപ്പൊ അത് കഴിഞ്ഞിപ്പോ വീട്ടിൽ വന്ന് ഫാമിലിയുടെ കൂടെ നമ്മുടെ ഭരതനാട്യം അതിന്റെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് ഷൂട്ട് അടിപൊളിയായിരുന്നു. ബിക്കോസ് ഇത് കുറച്ചുകൂടെ ഒരു ഭരതനാട്യത്തെക്കാളും കുറച്ചുകൂടെ ഒരു വലിയൊരു കഥയാ. അപ്പൊ അത് കുറച്ച് രസമുണ്ട്. അതിനേക്കാളും രസമുണ്ട്. ഭരതനാട്യം ഓൾറെഡി രസമായിരുന്നു. അപ്പോ കുറച്ച് കൂടുതൽ ആർട്ടിസ്റ്റുകൾ വേറെ വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലി അല്ലാതെ. മൊത്തത്തിൽ രസമായിരുന്നു. നല്ല അടിപൊളിയാണ്. നമ്മള് വരാൻ കുറച്ചൊന്ന് ഓരോ വീടുകളിലായിട്ട് ഒന്ന് രാത്രി കേട്ടുണ്ട്. ഓക്കെ ആണ്. ആക്ച്വലി ഞാൻ എന്റെ കസിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങായിരുന്നു. എല്ലാരും ഇറങ്ങി. അപ്പൊ ഞാൻ നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. വേണം എനിക്കും പോവാനായിട്ട്. ഓക്കെ, ശരി. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഹാമ്പർ ആണ്. ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്വീൻ. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചേച്ചിക്ക് അസാസ് LED ലൈറ്റ്സിന്റെ വക ഒരു LED ലൈറ്റ് ആണ്. ഓക്കെ, ഹായ്. അപ്പൊ നമ്മൾ ഓരോരോ വീടുകളായിട്ട് ഇങ്ങനെ കയറുകയാണ്. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, നല്ല സമയമായിട്ടുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ആരാണ് ഇപ്പോ നമ്മളോട് ന്യൂ ഇയർ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് കാണാം. കമോ, ഹലോ, ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വന്നതാണ്. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഞെട്ടി. നട്ടപ്പാതിരാത്രി കുറെ ആൾക്കാര് പുരുഷന്മാര് എനിക്ക് കയറി വരുമ്പോ ഈ സ്വാഭാവികമായിട്ട് പേടിക്കും. പരിചയമുള്ള മുഖങ്ങളല്ലേ ഇതെല്ലാം? പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളല്ല, നമ്മുടെ കുടുംബമല്ല. അപ്പൊ പിന്നെ വായു എവിടെയെങ്കിലൊക്കെ കുത്തിയിരിക്കും. നമുക്ക് ഇവിടെ കുത്തി നിക്കാം. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, സെറ്റ്. അപ്പോഴേ 2025 എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വർഷം? 2025 കൊറേ നല്ലതുണ്ടായിരുന്നു. പക്ഷെ ഒരു 99% ശോകമായിരുന്നു. പക്ഷെ എന്നാലും നമ്മളൊന്ന് വിട്ടുകൊടുക്കൂലല്ലോ. നമുക്ക് 2026 പിടിക്കാം. അതെ, അല്ല പക്ഷെ 2025 എനിക്ക് മാത്രല്ല, മൊത്തത്തിൽ എവിടെ എല്ലാവർക്കും ചെറിയ ചെറിയ ശോകം. എനിക്ക് അവസ്ഥയൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് അയ്യോ, എന്റെ അമ്മയല്ലേ ഉറങ്ങാൻ കിടക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അമ്മയുടെ ഉറക്കം കളഞ്ഞു നമ്മള്. ഇല്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു കസ്റ്റമൈസ്ഡ് ഹാമ്പർ ആണ് ബൈ ഹാമ്പർ ക്വീൻ. താങ്ക് യു. ഇതിനകത്ത് എന്താ എന്നുള്ളതല്ല,
ഇത് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോ എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോ ചിലപ്പോ നമുക്കൊരു പൂച്ചെണ്ട അതൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു കുഞ്ഞാണെങ്കിൽ ഒരു ട്രോഫി അതെപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും. നമ്മള് എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ പറയും, ഒരു കുഞ്ഞ് ട്രോഫി ആണെങ്കിൽ എവിടെ പോവാണെങ്കിലും തരും. 10 രൂപയുടെ ട്രോഫി ആണെങ്കിലും കുഴപ്പമില്ല, അത് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അടുത്തത് ഇത് നമ്മള് ചേച്ചി മുന്നേ കേട്ടിട്ടുണ്ടാവും, ഓണാട്ടുകര ഫുഡ് പ്രോഡക്ട്സിന്റെ 4 മണി പലഹാരങ്ങളാണ്. ചേച്ചിക്ക് അറിയാം എന്റെ ടേസ്റ്റ് ഒക്കെ ചേച്ചിക്ക് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാലോ. എന്നെ നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല, നമുക്ക് ഈ 2 ഡബ്ബ കഴിച്ചിട്ട് നന്നാവാം. എല്ലാവർക്കും, ചേച്ചിക്കും ചേച്ചിയെ സ്നേഹിക്കുന്ന ചേച്ചിയുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരു അടിപൊളി വർഷം ആവട്ടെ. ഈ 2026 മാത്രമല്ല, 27, 28 എല്ലാ വർഷവും അടിപൊളിയാവട്ടെ. നമുക്ക് എല്ലാ വർഷവും എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ വീണ്ടും പിന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും കാണാം. മാത്രല്ല മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇനി ഒരുപാട് 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 അവാർഡ് നൈറ്റ്സ് ഒക്കെ നടത്തട്ടെ, നമ്മളൊക്കെ വിളിക്കട്ടെ, എന്നെ ആങ്കർ ആക്കട്ടെ. അതെ 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 അതെ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം അമ്മേ. അപ്പൊ പുതുവത്സര ആശംസകൾ, നല്ലൊരു വർഷം ആവട്ടെ, ആയുഷ്മാർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. ഓക്കെ.